എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ മാസം 10, 11, 12 തീയതികൾ ജീവിതത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും നടക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർക്ക് സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് നോക്കാം. നല്ല കാലങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. വിശ്വാസവഞ്ചനകളിൽ അകപ്പെടാതെ മാറി നിൽക്കാൻ ഇവർക്ക് സാധിക്കും. ജീവിതത്തിൽ ഒട്ടനവധി നല്ല കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കാൻ സാധിക്കും. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമൊക്കെയായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് നിലനിർത്താൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് നേരിയ തടസ്സങ്ങൾ വരികയും അത് വലിയ മനക്ലേശങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ കേടുപാടുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ തോതിലുള്ള ധനനഷ്ടത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ അവരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം ലഭ്യമാക്കുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ ദൃശ്യമാകും. കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരുന്നതിൻ്റെ തുടക്കവും ഉണ്ടാകുന്നതാണ്. മേഖലയിൽ ഉള്ളവർക്ക് മനസംതൃപ്തി കുറയാൻ സാധ്യതകൾ കൂടുതലാണ്. ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ശരീരത്തിലും തലയിലും മുഴുവനായിട്ടും വേദന അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് രോഗകാരണങ്ങൾ കണ്ടെത്തി ചികിത്സ ചെയ്യാൻ സാധിക്കും. ജീവിതത്തിൽ ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സിക്കാനായിട്ടും രോഗമുക്തിക്കും സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്ര വളരെ അനുകൂലമായിട്ട് വരും. വൈവാഹിക ബന്ധങ്ങൾ, ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിൽക്കാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ്. വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും. പുതിയ ഗൃഹനിർമ്മാണത്തിന് ആലോചിക്കാവുന്നതാണ്. കാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടത്തും. ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും അത് സുഖപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ തലവേദന യഥാർത്ഥ ചികിത്സ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരമായിട്ട് ഗുരുവാരവ്രതം, ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് യഥാക്രമം വിഷ്ണു ഭജനം, ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക. ശനിയാഴ്ചകളിൽ ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിക്കുന്നതും നല്ലതായിരിക്കും. ഇനി മിഥുനക്കൂറിൽ പിറന്ന മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. വരുന്നത് നല്ല സമയം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം. കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നുള്ള ചെറിയ അപകടങ്ങൾ ഒഴിവാകും. ചെറിയ മക്കളിൽ നാവേറുകളും നീർദോഷം പോലുള്ള പ്രശ്നങ്ങളും കാരണം
സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല. നേരിയ കാരണങ്ങൾ കൊണ്ട് വളരെ വലിയ ലാഭങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ധനപരമായും വസ്തുവകകൾ ഹേതുകവുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം. വിദ്യാർത്ഥികളിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും അത് പരിഹരിക്കപ്പെടും. വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാം. ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് കാത്തു നിൽക്കാതെ കർമ്മനിരതമായി ലഭ്യമായ തൊഴിലുകൾ നല്ലപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും മനസ്സിൽ ആഗ്രഹിച്ചതായ കർമ്മത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ദോഷപരിഹാരങ്ങൾക്ക് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക്, തുളസിമാല, പായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും ഈ നക്ഷത്ര ജാതകർ ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പുണർദം, നാലാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഈ കൂറുകാർക്ക് ശനിദോഷത്തിൻ്റെ സമയമാണ്. അതിനാൽ നല്ല രീതിയിൽ ഈശ്വരാധീനം നിലനിർത്തേണ്ടതുണ്ട്. നാമജപങ്ങളിലൂടെ വലിയ സമയദോഷത്തെ തരണം ചെയ്യാം എന്ന ആത്മവിശ്വാസവും ഈ സമയത്ത് നല്ലതാണ്. വ്യാഴ ആനുകൂല്യം ഉള്ളതുകൊണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിൽ ശൈഥില്യം വരാതിരിക്കാൻ വേണ്ടതായ മുൻകരുതലുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കഫജന്യമായ അസുഖങ്ങൾക്ക് സാധ്യത ഏറെയാണ്. എങ്കിലും ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. വിദേശത്ത് തൊഴിൽ എടുക്കുന്നവരും വ്യാപാരങ്ങൾ നടത്തുന്നവരും മുമ്പ് സംഭവിച്ചതായ നഷ്ടങ്ങളിൽ നിന്ന് പതുക്കെയാണെങ്കിലും കരകയറുവാൻ തുടങ്ങും. തൊഴിൽ അന്വേഷകർക്കും അഭ്യസ്ത വിദ്യർക്കും ശുഭകാര്യങ്ങൾ സംഭവിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഗൃഹത്തിൽ എള്ളുതിരി കത്തിക്കുക. ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, നീരാജനം, കറുത്ത പട്ടുചാർത്തൽ, പായസം എന്നിവ യഥാശക്തി നടത്തുക. ജന്മനാളുകളിൽ ശിവക്ഷേത്രങ്ങളിൽ ആയുസൂക്തം, പുഷ്പാഞ്ജലി, ശംഖാഭിഷേകം, വിളക്ക് എന്നിവ നടത്തുന്നതും ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. കർമ്മസംബന്ധമായ ഉയർച്ചകൾ, പാരിതോഷികങ്ങൾ എന്നിവ ഇവർക്ക് ലഭിക്കും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരം ലഭിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ, തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും. കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങൾക്കും വേദനയ്ക്കും സാധ്യതകൾ കൂടുതലാണ്. ആയുധങ്ങൾ, മറ്റ് ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറിൽ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. പൊതുവെ ഈശ്വരാധീനം ഉള്ള സമയമാണ് ഈ 3 ദിവസങ്ങൾ. കാര്യങ്ങൾ എല്ലാം വേഗത്തിൽ നടന്നു കിട്ടും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കം നടത്തുന്നത് നല്ലതാണ്. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി വർദ്ധിക്കും. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനും ഉള്ള വഴികൾ തുറക്കുന്നതും കാണുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ
വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ദോഷശാന്തി നൽകുന്നതായിരിക്കും.